തപാൽ വോട്ടിൽ തിരുത്തൽ നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരെ പോലീസ് അന്വേഷണത്തിന് കളക്ടറുടെ നിർദ്ദേശം. ആലപ്പുഴ സൗത്ത് പോലീസിനാണ് നിർദ്ദേശം നൽകിയത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ദേവൻ എം പി ചേരുന്നുണ്ട്. ദേവൻ, നടപടികൾ സ്വീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ കളക്ടർ കൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പോസ്റ്റൽ ബാലറ്റ് പൊട്ടിച്ചുള്ള പരിശോധന അല്ലെങ്കിൽ അത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയ പശ്ചാത്തലത്തിൽ ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ പോലീസ് അന്വേഷണമാണ് ഇപ്പോൾ ജില്ലാ കളക്ടറിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസിനാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 36 വർഷം പഴക്കമുള്ള കേസായതിനാൽ തന്നെ അതിന്റെ രേഖകൾ ലഭ്യമല്ലാത്ത ഒരു പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് നിയമോപദേശം പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് നിയമോപദേശം തേടിയിട്ടാകും ഇത് സംബന്ധിച്ച് അടുത്ത നിയമ നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും ഈ ജി സുധാകരന്റെ പരാമർശത്തിൽ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആലപ്പുഴ സൗത്ത് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനായി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലെത്തുകയും സുധാകരന്റെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് വൈകുന്നേരത്തോടു കൂടി സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഈ ഒരു പോലീസ് നിയമ നടപടിക്ക് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 36 വർഷം മുൻപുള്ള സംഭവമായതുകൊണ്ട് തന്നെ അതിന്റെ രേഖകളും തെളിവുകളും ലഭ്യമാകുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ ചില കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കാലാവധിക്ക് ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കാനായി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിനോട് ഇപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. ഈ നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഇനി അടുത്ത നിയമ നടപടികളിലേക്ക് കേസ് അടക്കമുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ശരി, തപാൽ വോട്ടിൽ തിരുത്തൽ നടത്തിയെന്ന ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിന് കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരിക്കുന്നു. ദേവൻ എം പിയാണ് വിവരങ്ങൾ നൽകിയത്.